ഇന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പെരുന്നാൾ കൂടാനാണ് ഇപ്പോൾ. അത് നമ്മുടെ എടവപ്പള്ളിയിലെ പെരുന്നാളാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ വണ്ടിയൊക്കെ നമ്മൾ നേരെ ഇനി പള്ളിയിലേക്കാണ്. ഞാൻ 2-3 വർഷമായി നമ്മുടെ എടവപ്പള്ളിയിലെ പെരുന്നാളൊക്കെ കൂടിയിട്ട് അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങനെയാണ് പള്ളിയുടെ ഫ്രണ്ടിൽ കുറേ വെച്ച് മണിക്കടയൊക്കെ ഉണ്ട്. പിന്നെ നേരെ നമ്മൾ പള്ളിയിൽ കയറി കുർബാന തുടങ്ങി. ആസ കുർബാനയായിരുന്നു. അങ്ങനെ നമ്മുടെ കുർബാന എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി കുരിശുംതൊട്ടിയിലേക്കാണ് പോകുന്നത് പ്രദക്ഷിണമായിട്ട്. അപ്പോൾ നമ്മൾ കണ്ട് പ്രദക്ഷിണമൊക്കെ പോയിട്ട് അതിൻ്റെ ഇടയ്ക്ക് കയറാനുള്ള രീതിയിൽ നമ്മളിങ്ങനെ നിൽക്കുന്നു. പിന്നെ ചെണ്ടമേളക്കാരൊക്കെ പോകുന്നുണ്ടായിരുന്നു, ബാൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും നല്ല കൊടയൊക്കെ എടുത്ത് പിന്നെ നമ്മൾ നേരെ നടന്ന് കുരിശുപള്ളിയിലേക്ക് പോകാനാണ് പ്ലാനിങ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്മേനെയും ആൻറ്റീനെയും കണ്ടു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നല്ല രൂപങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും പിള്ളേരെല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചേച്ചിയൊക്കെ ഇപ്പോഴാണ് വന്നത്. കാരണം കൊച്ചിച്ചിരി ടെററായതുകൊണ്ട് കുറേ നേരം ഇരിക്കത്തില്ല പള്ളിയിൽ. പിന്നെ നമ്മൾ എല്ലാവരും കൂടെ നടന്ന് പ്രദക്ഷിണം കൂടുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവൾ നല്ല വികൃതിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അടുത്ത് ഒന്നും വരുന്നില്ലായിരുന്നു, ഭയങ്കര ഒച്ചപ്പാടായിരുന്നു. പിന്നെ ഞാൻ എന്തൊക്കെയോ കാക്കനെ കാണിച്ചാൽ അത് കാണിച്ചാലതൊക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ എൻ്റെ മേത്തെ പിടിച്ച് ഞാൻ ഇരുത്തി കയ്യിലൊക്കെ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നടന്നുണ്ട് ഓരോ വീടുകളിൽ തിരിയൊക്കെ കത്തിച്ചിങ്ങനെ വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ താഴെ കുരിശിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേന് ഇരിക്കാൻ കുറച്ച് സ്ഥലമൊക്കെ നമ്മൾ തിരഞ്ഞു പിടിച്ചിരുന്ന് അവിടെ നിന്ന് കൊച്ചിൻ്റെ വയറങ്ങ് ഫില്ലാക്കി. അതെല്ലാം കഴിഞ്ഞ് കൊച്ചിന് അങ്ങോട്ട് നടക്കണം ഇങ്ങോട്ട് നടക്കണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വാശി കൂടി. അപ്പോഴത്തേനും ഞാനും ചേച്ചിയും കൂടെ പതുക്കെ നടന്ന് പള്ളിയിലേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചു. അപ്പം തിരക്കിൻ്റെ കൂടെ അല്ലാണ്ട് ഒറ്റയ്ക്ക് നടക്കാമെന്ന് ഓർത്തു. കഴിഞ്ഞ് അവിടെ പകുതി എത്തിയപ്പോഴത്തേന് ചേട്ടൻ വന്നപ്പോഴത്തേനും പിന്നെ സെറ്റായി. കൊച്ചിനെ അങ്ങ് ഹാൻഡ് ഓവർ ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് ചേട്ടൻ നമ്മൾ ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊച്ചിനും കുറച്ച് കൊടുക്കുകയോ ചെയ്തു. അങ്ങനെ ഐസ്ക്രീം എല്ലാം കഴിച്ച് നമ്മളിങ്ങനെ ഇറക്കുമാണ് പള്ളി മുറ്റത്ത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെ കണ്ട് കുറച്ച് സംസാരിച്ചിരുന്നപ്പോഴേ നോക്കിയപ്പോഴത്തെ അവിടെ ഇരുന്ന് നല്ല ഡാൻസ് കളി, ചെണ്ടമേളത്തിൻ്റെ കൊട്ടിയേക്കുന്ന ഡാൻസ് കളിക്കുന്നത്. അത് നമുക്ക് ആകാശവിസ്മയം ഉണ്ടായിരുന്നു. കൊച്ചിൻ്റെ പ്രായത്തിലുള്ളവരെല്ലാം ആ സമയത്ത് ഭയങ്കര കാറിച്ചയും ബഹളമൊക്കെ ആയിരുന്നു. പക്ഷെ അവൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇങ്ങനെ പടക്കം പൊട്ടുന്നതൊക്കെ. വെച്ചാൽ ഉണ്ടായപ്പോൾ തൊട്ടുള്ള പെരുന്നാൾ മൊത്തം കൂടിച്ച് കൊച്ചിന് ഒരു പ്രശ്നമല്ല. പിന്നെ നമുക്ക് സ്നേഹവിരുന്നുണ്ടായിരുന്നു, അപ്പവും ബീഫൊക്കെ ആയിരുന്നു. അത് പിന്നെ നമ്മൾ പ്ലേറ്റൊക്കെ മേടിച്ച് മൊത്തം വയർ നിറച്ച് കഴിച്ചു. പിന്നെ നമുക്ക് കഴിന്നെടുക്കണമായിരുന്നു എനിക്ക്. അങ്ങനെ കഴിന്നൊക്കെ എടുത്ത് പിന്നെ കുറച്ച് നേരം പള്ളിയുടെ മുറ്റത്തൊക്കെ ഇരുന്ന് പിന്നെ കുറേ സാധനമൊക്കെ പിള്ളേർക്ക് വാങ്ങുകയൊക്കെ ചെയ്തു. അതിനിടയ്ക്ക് ഞാനൊരു ഐസ്ക്രീം കൂടെ വാങ്ങി. പിന്നെ അതും കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും എൻ്റെ വണ്ടി വന്നു. പിന്നെ നമ്മൾ തിരിച്ച് നേരെ അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞു ഗൈസ്. അപ്പം ഇന്നത്തേക്ക് ഇത്രയോളം വെച്ച് കേട്ടോ. ബൈ.